കാസർഗോഡ് ട്രെയിൻ യാത്രക്കിടെ പെൺസുഹൃത്തിനെ മോശമായ രീതിയിൽ നോക്കിയത് ചോദ്യം ചെയ്ത വിരോധത്തിൽ ട്രെയിനിന് നേരെ ആക്രമണം. ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞ പ്രതിയെ റെയിൽവേ പോലീസ് മണിക്കൂറുകൾക്കകം പിടികൂടി. തെക്കിൻ വയലാട്ടി സ്വദേശി എസ് അനിൽകുമാറാണ് പിടിയിലായത്. യുവാവ് അക്രമാസക്തനാവുകയും കല്ലെറിയുകയും ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കെ വി ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. ബൈജു, ഇത് കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും നടക്കുമോ? കാരണം ഇതുപോലെയൊക്കെ ഒരു ട്രെയിനിന് നേരെ, ഓടുന്ന ട്രെയിനിന് നേരെ കല്ലെറിയുന്നു. പക്ഷെ ഇവിടെ പോലീസ് ഉടനെ മണിക്കൂറുകൾക്ക് തന്നെ പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. പക്ഷെ എന്താണ് ഇത്ര ഒരു ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ ഒരു പെൺസുഹൃത്തിനെ മോശമായ രീതിയിൽ നോക്കിയത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ ട്രെയിനിന് നേരെ ആണ് കല്ലേറുണ്ടാവുന്നത്? അതായത് നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന ട്രെയിനിന് നേരെ അപകടകരമായ രീതിയിൽ കല്ലെറിയുന്ന ഒരു സാഹചര്യം എന്താണ് സംഭവിച്ചത് ബൈജു? തീർച്ചയായും ടോമെ, അത് തന്നെയാണ് ഈ സംഭവത്തിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും. അതായത് മംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട മലബാർ എക്സ്പ്രസിൽ ഇന്നലെ വൈകിട്ട് 7:30 ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ റിജാസ് എന്ന് പറയുന്ന മലപ്പുറം വിളയാങ്കോട് സ്വദേശിയായ റിജാസ് ഈ ട്രെയിനിൽ പെൺസുഹൃത്തിനൊപ്പം യാത്ര ചെയ്യുന്നതിനിടെ കാസർഗോഡ് മൈലാട്ടി സ്വദേശി അനിൽകുമാർ എന്ന് പറയുന്നയാൾ ഈ പെൺകുട്ടിയെ മോശമായി ഇത്തരത്തിൽ നോക്കി അത് ഈ റിജാസ് ചോദ്യം ചെയ്യുന്നു. പിന്നീട് ആ വൈരാഗ്യത്തിൽ ഈ അനിൽകുമാർ ഇയാളെ മർദ്ദിക്കുന്നത് കൂടാതെ ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം ഇയാൾ അവിടെ ഇറങ്ങുകയും ട്രെയിനിന് നേരെ കല്ലെറിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. മണിക്കൂറുകൾക്കകം തന്നെ ഇയാളെ റെയിൽവേ പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. ഇയാൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിത പ്രകാരവും അതുകൂടാതെ റെയിൽവേ ആക്ട് 152 പ്രകാരം, അതായത് 10 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് തീവണ്ടിക്ക് നേരെ കല്ലെറിയുക, യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന വിധം അതല്ലെങ്കിൽ യാത്ര ചെയ്യുന്നവർക്ക് ഉപദ്രവമാവുന്ന രീതിയിൽ വസ്തുക്കൾ എറിയുക തുടങ്ങിയ കുറ്റം കൂടി ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്, റെയിൽവേ ചുമത്തിയിട്ടുണ്ട്. കൂടാതെയാണ് BNS പ്രകാരം 2 വകുപ്പുകൾ കൂടി അധികമായി ചേർത്തിട്ടുണ്ട്. എന്നാലും ഇയാളും ഇയാളുടെ ഒരു സുഹൃത്തും ചേർന്നാണ് ഇത്തരത്തിൽ അതിക്രമം നടത്തിയത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു. ഇയാൾ ഈ റിജാസിനെയും ക്രൂരമായി മർദ്ദിച്ച് കൂടാതെ ഇത്തരത്തിൽ കല്ലെറിയുന്ന ആ ദൃശ്യം തന്നെ വ്യക്തമാണ്. ഈ ദൃശ്യം വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഈ ദൃശ്യവും അതൊപ്പം CCTV ദൃശ്യവും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ മൈലാട്ടി സ്വദേശിയായ അനിൽകുമാറിനെ ഈ റെയിൽവേ പോലീസിന് പിടികൂടാൻ സാധിച്ചത്. എന്തായാലും നിസാരമായ ഒരു വാക്ക് തർക്കം പിന്നീട് അത് വലിയ തോതിലുള്ള വൈരാഗ്യം, അത് ഇത്തരത്തിൽ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൂടാതെ ഈ ടോം സൂചിപ്പിച്ച നിരവധി തർക്കത്തിന്റെ പേരില് ഒരു ട്രെയിനിന് നേരെ കല്ലെറിയണമെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ തന്നെ പരിശോധിക്കേണ്ടതാണ്. ബൈജു, ഏതെങ്കിലും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ? ഇയാൾ മദ്യലഹരിയിലാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടിയതെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു സാധാരണ മാനസികാവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ ട്രെയിനിന് നേരെ അല്ലെങ്കിൽ ഒരു പൊതുഗതാഗത സംവിധാനത്തിന് നേരെ ഇങ്ങനെ ആക്രമണം നടത്താൻ കഴിയുമോ ബൈജു? ടോമെ, ഈ കാര്യത്തിൽ ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ വ്യക്തതയില്ല. പോലീസ് അത് സംബന്ധിച്ച് വിശദീകരണമൊന്നും നൽകിയിട്ടില്ല. പോലീസ് പറയുന്നത് ഇത്തരത്തിൽ ഇയാൾ ഈ കല്ലെറിയുന്ന ദൃശ്യം തന്നെ ഇതിൽ ഏറ്റവും വലിയ തെളിവാണ്. ആ ദൃശ്യം പുറത്തു വന്നതോടുകൂടിയാണ് അന്വേഷണം ഊർജിതമാക്കിയതും ഇയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞതും. ആ ദൃശ്യത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും ഇയാളുടെ കൂടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്ത് ഈ ട്രെയിനിന് കല്ലെറിയരുത് എന്ന രീതിയിൽ പറയുന്നതൊക്കെ ശബ്ദം നമുക്ക് അതിൽ നിന്ന് കേൾക്കാൻ സാധിക്കും. ഇത്തരത്തിൽ നിറയെ യാത്രക്കാരുമായി പോകുന്ന ഒരു തീവണ്ടിക്ക് നേരെയാണ് ഈ കല്ലെറിയുന്നത്. നമുക്കറിയാം മലബാർ എക്സ്പ്രസിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ എത്രത്തോളം നിറയെ ആളുകളാണ് ആ സമയത്തൊക്കെ യാത്ര ചെയ്യുന്നത്. അത് അത്തരത്തിൽ വലിയ തോതിൽ ആളുകൾ ഉണ്ടായിരുന്നു. ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഈ കല്ലെറിയുന്ന സംഭവം ഉണ്ടായത്.
ഉണ്ടായത്. ഇതിനുശേഷം ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ഈ റെയിൽവേ പോലീസ് നടത്തിയ സമർത്ഥമായ നീക്കത്തിനൊടുവിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. അതുകൂടാതെ മാത്രമല്ല ഈ സുഹൃത്തിനെതിരെയും കേസെടുക്കുമെന്നാണ്, ഇയാൾ ഒപ്പം ഉണ്ടായ സുഹൃത്തിനെതിരെയും കേസെടുക്കുമെന്നാണ് ഏതായാലും റെയിൽവേ പോലീസ് പറയുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ നിസാരമായ വാക്ക് തർക്കങ്ങൾ അത് വലിയ തോതിലുള്ള സംഭവങ്ങളിലേക്ക്, ഒരുപക്ഷെ കൊലപാതകങ്ങളിലേക്കും മറ്റും നടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അത്തരത്തിൽ ഈ ഒരു സംഭവം ഈ ട്രെയിനിന് നേരെ ഈ കല്ലെറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ പ്രതിയെ പോലീസ് കൃത്യമായ സമയത്ത് പിടികൂടിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ ശക്തമായ നിയമ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ടോം. യെസ്, വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ബൈജു സൂചിപ്പിച്ചതുപോലെ ഇയാൾക്കെതിരെ ശക്തമായ നടപടി തന്നെ വേണ്ടതാണ്. കാരണം ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ ട്രെയിനിന് നേരെ കല്ലെറിയുന്ന സംഭവം കാസർഗോഡാണ് ഉണ്ടായത്.